ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പോളറൈസേഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് സ്ലാബ്. കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പോളറൈസേഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്. കഴിഞ്ഞ വീഡിയോയിൽ നോൺ പോളാർ മോളിക്യൂൾസും പോളാർ മോളിക്യൂൾസും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുന്ന സമയത്ത് അവയിൽ വരുന്ന മാറ്റം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു നോൺ പോളാർ മോളിക്യൂൾ ആവട്ടെ പോളാർ മോളിക്യൂൾ ആവട്ടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ നെഗറ്റീവ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോസിറ്റീവ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും അലൈൻ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ നോൺ പോളാർ മോളിക്യൂൾസോ പോളാർ മോളിക്യൂൾസോ ചേർന്നുണ്ടാകുന്ന ഡൈഇലക്ട്രിക്കുകൾ, പോളാർ ഡൈഇലക്ട്രിക്, നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്നൊക്കെ നമ്മൾ പറയും. ഇത്തരം ഡൈഇലക്ട്രിക്കുകളെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈഇലക്ട്രിക്കിനകത്ത് സംഭവിക്കുന്ന മാറ്റം എന്താണ്, ഡൈഇലക്ട്രിക് വയ്ക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിൽ വരുന്ന ചേഞ്ച് എന്താണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കപ്പാസിറ്റർ എന്ന ഡിവൈസിൻ്റെ പ്രവർത്തനം മനസ്സിലാകണമെങ്കിൽ ഈ കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, സപ്പോസ് ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് പ്ലേറ്റുകളെ ഇമാജിൻ ചെയ്യുന്നു. ചാർജ്ഡ്, സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഉള്ള രണ്ട് പ്ലേറ്റുകൾ ഇമാജിൻ ചെയ്യുന്നു. പ്ലേറ്റ് ആയിട്ടല്ല ഇവിടെ വരയ്ക്കുന്നത്, രണ്ട് ലൈനായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങളത് ഇമാജിൻ ചെയ്യുക, രണ്ട് പ്ലേറ്റുകളാണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ സപ്പോസ് എനിക്ക് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിന് പാരലായിട്ട് ഞാനിവിടെ വേറൊരു പ്ലേറ്റ് വെക്കുന്നു. സോ വരയ്ക്കുമ്പോൾ നമുക്ക് ലൈനായിട്ടേ വരയ്ക്കാൻ പറ്റൂ. ആക്ച്വലി അതൊരു പ്ലേറ്റ് ആണ്. നിങ്ങൾ 3 ഡയമെൻഷനിലായിട്ട് ഈ പ്ലേറ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ പ്ലേറ്റിൽ ഞാൻ പോസിറ്റീവ് ചാർജസ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയാണ് എന്ന് വിചാരിക്കുക. അതുപോലെ രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ് എന്ന് വിചാരിക്കുക. അതിനർത്ഥം ആദ്യത്തെ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജുകളെ യൂണിഫോം ആയിട്ട് ആ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജുകളെ യൂണിഫോം ആയിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. സോ രണ്ട് പ്ലേറ്റുകളുടെയും സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ തിയറി ഓൾറെഡി പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ ഈ സർഫസിൻ്റെ റൈറ്റ് സൈഡിലെ റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ എന്ന രണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ചേർന്നുണ്ടാക്കുന്ന എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. മിഡിൽ റീജിയനിൽ എയർ ആണെന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഇവിടെ എയർ ആണ്, അപ്പോൾ എയർ ആയതുകൊണ്ടാണ് എപ്സിലോൺ 0. സോ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ളൊരു ഇലക്ട്രിക് ഫീൽഡ് ഈ റീജിയനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് പ്ലേറ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു ഡെഫിനീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സപ്പോസ് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഉള്ള ആ റീജിയനിലേക്ക് ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, സിംപ്ലി സേ ഡൈഇലക്ട്രിക് സ്ലാബ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബ് ഇരിക്കുന്ന അത്രയും റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് എന്ത് ചേഞ്ച് സംഭവിക്കും, എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് സംഭവിക്കാനുള്ള കാരണം, എങ്ങനെയാണ് ഇവിടെ ഡൈഇലക്ട്രിക്കിൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത്, ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പോളറൈസേഷൻ ഓൾറെഡി നിങ്ങൾ തൊട്ട് മുന്നത്തെ ടോപ്പിക്കുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ മോളിക്യൂളുകൾ ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് അലൈൻ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് രണ്ട് സൈഡുകളിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകളുടെ അക്യുമുലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രോസസ്സ് തൽഫലമായിട്ട് ആ ഡൈഇലക്ട്രിക്കിനകത്ത് ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. ദിസ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിച്ചത്. അതായത് ചാർജുകൾ രണ്ട് എൻഡുകളിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സാണ് ആക്ച്വലി പോളറൈസേഷൻ. ഈ പോളറൈസേഷൻ
ഈ റീജിയനിൽ ഞാൻ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ക്ലിയർ? അപ്പോൾ ഇത് പലതരത്തിലും ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒരു ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയനിലേക്ക് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിനെ അത് എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ എഴുതിയതുപോലെ പോളറൈസേഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് സ്ലാബ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നും ചോദിക്കാം. ക്ലിയർ? സോ ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. സോ സപ്പോസ് ഈ ഒരു ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡിനെ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നു. സോ ഈ റീജിയനിൽ കംപ്ലീറ്റ് ഒരു നോൺ ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഒരൊറ്റ ഡയറക്ഷനെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ദിസ് ഈസ് ക്യാൻ ബി expressed as E0 or EO. So here EO is the applied electric field. Direction is directed from plus sigma to minus sigma. അപ്പോൾ ഈ ഗ്യാപ്പിൽ കംപ്ലീറ്റ് ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്കറിയാം, EO is equal to sigma by epsilon 0. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഗ്യാപ്പിലേക്ക് ഞാനൊരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കണ്ടോ, ഇത്രയും റീജിയനിലേക്ക് ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇതൊരു പ്ലെയിൻ അല്ല, പകരം ഇങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, കാരണം ഈ പ്ലേറ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മളൊരു സ്ലാബ് വെക്കുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അതിനൊരു സ്ലാബ് വെക്കുന്നു. അപ്പോൾ ഈ സ്ലാബിൻ്റെ ഈ സൈഡിൽ ഒരു സർഫസ് ഉണ്ടായിരിക്കും, ഈ സൈഡിൽ വേറൊരു സർഫസ് ഉണ്ടായിരിക്കും, ഉള്ളിലൊരു വോള്യം ഉണ്ട്. ഇതിനകത്തൊക്കെ ആ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണോ അതിൻ്റെ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. പോളാർ ആയിരിക്കാം, നോൺ പോളാർ ആയിരിക്കാം, ദാറ്റ് ഈസ് നോട്ട് മാറ്റർ. കാരണം ഇവിടെ പോളാർ ആയിക്കോട്ടെ നോൺ പോളാർ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂളുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അലൈൻ ചെയ്യും എന്നുള്ളത് നിങ്ങൾ പ്രീവിയസ് ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഇതിലേക്ക് ഇറക്കി വെച്ചു. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഡൈഇലക്ട്രിക്കിൻ്റെ അകത്തെ മോളിക്യൂളുകൾ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. പോസിറ്റീവ് ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാ മോളിക്യൂളുകളും അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാനതൊന്ന് വരച്ച് കാണിക്കാം. സോ കണ്ടോ, നെഗറ്റീവ് പോസിറ്റീവ്, ഇത് അടുത്ത മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, നെക്സ്റ്റ് മോളിക്യൂൾ നെഗറ്റീവ് പോസിറ്റീവ്, അടുത്ത മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെയാണ് അലൈൻ ചെയ്യുക. അങ്ങനെ എല്ലാ മോളിക്യൂളും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ഇങ്ങനെ അലൈൻ ചെയ്യപ്പെടും. നമ്മൾ 2 ഡയമെൻഷനിലായിട്ടാണ് വരയ്ക്കുന്നത്. 2 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ മേ ബി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒന്ന് ഇമാജിൻ ചെയ്യണം. കണ്ടോ, ഇത് പോളാർ ആയിക്കോട്ടെ നോൺ പോളാർ ആയിക്കോട്ടെ, ഏത് ഡൈഇലക്ട്രിക് ആണെങ്കിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അതിനകത്തെ മോളിക്യൂളുകൾ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. ഇന്റേണൽ ഫോഴ്സസും അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആകുന്നത് വരെ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജുകളെല്ലാം തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്ട്രെച്ച് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജുകളെല്ലാം തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് സ്ട്രെച്ച് ചെയ്യപ്പെടും. ഇത് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്തോളം മാത്രമേ ഉണ്ടാകൂ. ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇയാൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഈ ഡൈഇലക്ട്രിക്കിനകത്തുള്ള മുഴുവൻ മോളിക്യൂൾസും ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കും. ഇതാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രോസസ്സ്. ക്ലിയർ ആയോ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ മോളിക്യൂളുകൾ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ മോളിക്യൂളിൻ്റെ ഈ പോസിറ്റീവ് സ്ട്രെങ്ത് ഉള്ള ഭാഗത്തെ ഈ നെഗറ്റീവ് സ്ട്രെങ്ത് ഉള്ള ഭാഗം ന്യൂട്രലൈസ് ചെയ്യും. അപ്പം നെറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. സി കണ്ടോ, ഇത്രയും റീജിയൻ്റെ ഉള്ളിൽ, ഇതാ ഇത്രയും റീജിയൻ്റെ ഉള്ളിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ ഇതിനകത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റേഴ്സുകൾ പരസ്പരം അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അതങ്ങ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും.
സോ നെറ്റ് എഫക്റ്റ് ഡൈലക്ട്രിക്കിന്റെ ഉൾവശത്തെ ടോട്ടൽ ചാർജ് സീറോ. ഉൾവശത്തെ ടോട്ടൽ ചാർജ് സീറോ അല്ല, ഈ ഇരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. പക്ഷേ ഡൈലക്ട്രിക്കിന്റെ രണ്ട് എൻ സർഫസുകൾ, ഈ എൻഡ് സർഫസ് നെഗറ്റീവ് സർഫസ് ചാർജുകൾ കൊണ്ട് ഫിൽ ചെയ്യപ്പെടും. അതുപോലെ റൈറ്റ് സൈഡ് പോസിറ്റീവ് സർഫസ് ചാർജസിനാൽ ഫിൽ ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡൈലക്ട്രിക് വെക്കുമ്പോൾ ഡൈലക്ട്രിക്കിന്റെ രണ്ട് എൻഡുകളിൽ രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചാർജ് സർഫസ് ചാർജുകളായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ആക്ച്വലി പോളറൈസേഷൻ. അപ്പോൾ ഡൈലക്ട്രിക് സ്ലാബ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡൈലക്ട്രിക് പോളറൈസേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് രണ്ട് ചാർജുകൾ രണ്ട് എൻഡുകളിൽ സർഫസുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതിന്റെ ഫലമായി ഈ സർഫസിനൊരു ഇന്റേണൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കിട്ടും. അതിന് ഞാൻ മൈനസ് സിഗ്മ പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ സിഗ്മ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർഫസ് ചാർജസ് ഡ്യൂ ടു പോളറൈസേഷൻ. അതുപോലെ ഇവിടെ പ്ലസ് സിഗ്മ പി എന്നുള്ളൊരു സർഫസ് ചാർജ് ഡെൻസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പോളറൈസേഷൻ മൂലം. ഇതിന്റെ ഫലമായിട്ട് ഈ പോളറൈസേഷൻ മൂലമുള്ള ഡൈലക്ട്രിക് സ്ലാബിന്റെ പോളറൈസേഷൻ മൂലമുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റികൾ കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് വിൽ ബി ഇൻ ദി ഡയറക്ഷൻ ലൈക്ക് ദിസ്. കണ്ടോ, ഡൈലക്ട്രിക്കിന്റെ രണ്ട് എൻഡുകളിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ സർഫസ് ചാർജ് ഡെൻസിറ്റി മൂലം ഈ ഡയറക്ഷനിൽ ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതിന് ഞാൻ ഇ പി എന്നാണ് വിളിക്കുന്നത്. ഇ പി സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ. സോ പോളറൈസേഷൻ മൂലം ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനിൽ നിങ്ങളൊരു ഡൈലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബ് ഇരിക്കുന്ന ഭാഗത്തെ ഇനീഷ്യലി ആ ഇരിക്കുന്ന ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ സീറോ ആയിരുന്നു. ഇപ്പൊ സ്ലാബ് വെച്ച് കഴിഞ്ഞപ്പോൾ സ്ലാബിനകത്ത് ഇ പി എന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ റീജിയനിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യപ്പെടും. ക്ലിയർ ആയോ? അതായത് ഒരു ഡൈലക്ട്രിക് സ്ലാബ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബ് ഇരിക്കുന്ന റീജിയനിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അല്ല, കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ അല്ല, പക്ഷെ കപ്പാസിറ്ററിനകത്ത് ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതാ, ഡൈലക്ട്രിക് ഇരിക്കുന്ന റീജിയനിലെ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈലക്ട്രിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നമുക്ക് നോക്കാം. ഓൾറെഡി ഇവിടെ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ സീറോ ആയിരുന്നു. ഇപ്പോൾ പോളറൈസേഷൻ മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് ഇ പി എന്നത് സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. സിഗ്മ പി മൂലമാണല്ലോ ആ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ. ദെർഫോർ ഇതിനകത്തുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ദ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈലക്ട്രിക് ഇ ഇസ് ഈക്വൽ ടു ഇ സീറോ, ഈ ഡയറക്ഷനിൽ മൈനസ് ഇ പി. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ ഇൻ ദ കേസ് ഓഫ് പോളറൈസേഷൻ ഓഫ് എ ഡൈലക്ട്രിക് സ്ലാബ്. തിയറി മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു റീജിയനിലേക്ക് ഒരു ഡൈലക്ട്രിക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഡൈലക്ട്രിക്കിന് പോളറൈസേഷൻ സംഭവിക്കുകയും ഡൈലക്ട്രിക്കിന്റെ ഇരിക്കുന്ന റീജിയനിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇതായിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് ആവശ്യം വരും. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് കുറയാനുള്ള റീസൺ അവിടെ പോളറൈസേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് തിയറി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഏത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും വലുത്? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡാണ് വലുത്. പോളറൈസേഷൻ മൂലമുണ്ടായ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ചെറുതായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് പോളറൈസേഷൻ ഓഫ് എ ഡൈലക്ട്രിക് സ്ലാബ്. നൗ ഇതില്
അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് അതിനെ റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു റേഷ്യോ, ആ റേഷ്യോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റേഷ്യോ ആണ്. അതിന് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അഥവാ കെ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ആ റേഷ്യോ ഒന്ന് ഓർത്തിരിക്കുക. റേഷ്യോ ഇതാണ്: അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനെ റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഇപ്പോൾ റെഡ്യൂസ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ റേഷ്യോയെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ റേഷ്യോ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാം, ഇഒ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് വളരെ വലുതും ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ചെറുതുമാണ്. അതുകൊണ്ട് ഈ റേഷ്യോയുടെ വാല്യൂ എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. ദറ്റ് ഈസ് കെ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. അപ്പം നമുക്ക് ആ റേഷ്യോ ഒന്ന് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി നോക്കാം. സോ കെക്ക് കിട്ടുന്ന ഇക്വേഷൻ യു ക്യാൻ ഹാവ് കെ ഈസ് ഈക്വൽ ടു ഇഒ ബൈ ഇ, ദറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0. എപ്സിലോൺ 0യും എപ്സിലോൺ 0യും ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ. കെയുടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷനെ കെ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് എഴുതാം. ഈ ഇക്വേഷനും ഓർത്തിരിക്കണം. ഇതും നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ് എന്നറിയാൻ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. നൗ അടുത്തത് വരുന്ന ഒരു ടോപ്പിക് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. നമുക്കറിയാം ബേസിക്കലി ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇൻസുലേറ്റേഴ്സ് ആണ്. അതിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ 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 കുറവായിരിക്കും. പക്ഷേ ഒരു ഡൈഇലക്ട്രിക് മോളിക്യൂളിലേക്ക് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മൂലം മോളിക്യൂളുകൾ സ്ട്രെച്ച് ചെയ്യപ്പെടും. എപ്പോഴെങ്കിലും ഇന്റേണൽ ഫോഴ്സസ് ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സിന് ഈക്വൽ ആവുന്ന സമയത്ത് ഈ സ്ട്രെച്ചിങ് അവിടെ ഇക്വിലിബ്രിയത്തിലെത്തും. സപ്പോസ് നിങ്ങളൊരു ഡൈഇലക്ട്രിക് മോളിക്യൂളിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു എന്ന് വിചാരിക്കൂ. എക്സാമ്പിൾ ഞാൻ കാണിക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് ഇതൊരു ഡൈഇലക്ട്രിക് മോളിക്യൂൾ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവൻ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. കണ്ടോ, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഒന്ന് ഞാൻ കൂട്ടിയാൽ ഈ സ്ട്രെച്ചിങ് ഒന്നുകൂടെ ഒന്ന് വലുതാവും. ഇങ്ങനെ വലുതായി മാക്സിമം സ്ട്രെച്ചിങ്ങിലേക്ക് ഈ മോളിക്യൂൾ എത്തും. കണ്ടോ, ഇനി നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് സെപ്പറേറ്റ് ചെയ്യപ്പെടും, അങ്ങ് ബ്രേക്ക് ചെയ്യും. ആ ഡൈഇലക്ട്രിക്കിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടമായി ഇത് അയോണുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക്കിന്റെ മോളിക്യൂളിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ട്. അത് ഓരോ മെറ്റീരിയലിനും ഡിഫറൻ്റ് ആയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കൂടുതൽ ഫീൽഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് മോളിക്യൂളുകൾ കൊളാപ്സ് ചെയ്യുകയും അവയുടെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടമാവുകയും ചെയ്യും. കാരണം അയോൺസ് ഫ്രീ ആയി. ഇങ്ങനെ ഒരു ഡൈഇലക്ട്രിക് മോളിക്യൂളിന് മാക്സിമം അഫോർഡ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടമാവാതെ, ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കാതെ മാക്സിമം എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമോ ആ ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ആ വാക്ക് ഓർത്ത് വെക്കുക, ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. സോ വട്ട് യു മീൻ ബൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഡൈഇലക്ട്രിക് മോളിക്യൂളിന് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടമാവാതെ, ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. എന്താണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ? സോ നോക്ക്, ഒരു ഡൈഇലക്ട്രിക് മോളിക്യൂളിന് ഇതാ മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈ ബ്രേക്ക് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ
അത് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പേര് കൊടുത്തു. ഈ ബ്രേക്ക് എന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യപ്പോൾ ഈ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ വി ബ്രേക്ക് എന്ന് പേര് കൊടുത്തു. അതായത് ബ്രേക്കിങ്ങിന് തൊട്ട് മുൻപുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബ്രേക്ക്. രണ്ട് മോളിക്യൂളുകളിലെ ചാർജസ് തമ്മിലുള്ള അകലം ഡി ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇ ബ്രേക്ക് ഈസ് ഈക്വൽ ടു വി ബ്രേക്ക് ഡിവൈഡഡ് ബൈ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഒരു മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, വോൾട്ട് പെർ മീറ്റർ. സോ അത് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസസിന് വോൾട്ട് പെർ മീറ്റർ എന്ന യൂണിറ്റ് അല്ല ഉപയോഗിക്കുക. കിലോ വോൾട്ട് പെർ മില്ലിമീറ്റർ, അതാണ് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്. SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ ആണ്. പക്ഷെ പ്രാക്ടിക്കൽ പർപ്പസസിൽ കിലോ വോൾട്ട് പെർ മില്ലിമീറ്റർ എന്ന യൂണിറ്റ് ആണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമ്മുടെ നോർമൽ ലെയറിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ വാല്യൂ 3 × 10⁻⁶ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നോർമൽ ലെയറിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ ആണ് എയറിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ പറയുക? സിമ്പിൾ ആണ്. എയറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ. അതിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലോസസ് ഇറ്റ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, അയോൺസ് ആയിട്ട് ലീക്ക് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? സോ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പാസിറ്റർ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പിടികിട്ടും. ഓക്കെ, അപ്പോൾ 2-3 തവണ ഈ വീഡിയോ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ you will get the idea about dielectric polarization. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.